ഉരുൾപൊട്ടൽ പോലെയുള്ള ഒരു ദുരന്തം ഉണ്ടാവുന്ന സ്ഥലങ്ങളെ നേരത്തെ തന്നെ നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്ന വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് ചില ഇൻഡിക്കേഷനുകൾ കിട്ടാറുണ്ട്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചില ഇൻഡിക്കേഷനുകൾ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. കാരണം ചെറിയ തരത്തിലെങ്കിലും ആ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായി തുടങ്ങും. അതിനുശേഷമാണ് തീർച്ചയായും പലപ്പോഴും വലിയൊരു ഉരുൾപൊട്ടലായി മാറുക. അപ്പോൾ ഈ ഉരുൾപൊട്ടലുകളെ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുകളെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഈ മഴ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ശരിക്കും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ജനകീയമായ ഒരു മുന്നേറ്റം ഉണ്ടാവണം. അത്തരത്തിൽ ചെറിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ, ചെറിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ പ്രദേശത്തെ കൂടുതൽ പഠന വിധേയമാക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് പിന്നീട് ഒരു വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഇപ്പോൾ വെള്ളപ്പൊക്കമാണെങ്കിലും ഇത് തന്നെ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കൂടുതലും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവിടെയുള്ള മാനേജ്മെന്റ് ഇപ്പോഴും കറക്റ്റായ രീതിയിൽ ഞാൻ പറഞ്ഞ പുഴകളുടേതായാലും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വെറ്റ്ലാൻഡ്സ് അത്തരം പ്രദേശങ്ങളിലെ ആയാലുമൊക്കെ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഇപ്പോഴും നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ അത് ശരിക്കും ജനങ്ങൾ തന്നെയാണ് അതിനൊരു മുൻകൈ എടുക്കേണ്ടത്. സർക്കാരിന് കുറച്ചൊക്കെ സഹായങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ. ജനങ്ങൾ തന്നെ ജനകീയമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്.